ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് മനുഷ്യരുടെ വെളിച്ചം? ഉത്തരം: ജീവൻ. യോഹന്നാന്റെ സുവിശേഷം 1:4 നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് ആരെയൊക്കെയാണ് അവൻ്റെ അടുക്കൽ അയച്ചത്? ഉത്തരം: പുരോഹിതന്മാർ, ലേവ്യർ. യോഹന്നാൻ 1:19. അടുത്ത ചോദ്യം: വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ ആരെയാണ് വിളിച്ചത്? ഉത്തരം: മണവാളനെ. യോഹന്നാന്റെ സുവിശേഷം 2:9. അടുത്ത ചോദ്യം: അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: യെരൂശലേമ്യരിൽ ചിലർ. യോഹന്നാന്റെ സുവിശേഷം 7:25. അടുത്ത ചോദ്യം: തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. ആരാണ്? ഉത്തരം: തിന്മ പ്രവർത്തിക്കുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 3:20. അടുത്ത ചോദ്യം: വളരെ വെള്ളമുണ്ടായിരുന്നത് എവിടെയാണ്? ഉത്തരം: ഐനോനിൽ. യോഹന്നാൻ 3:23. അടുത്ത ചോദ്യം: യേശു ക്ഷീണിച്ച് ഉറവിനരികെയിരുന്ന സമയം ഏതാണ്? ഉത്തരം: 6 മണി നേരം. യോഹന്നാൻ 4:6. അടുത്ത ചോദ്യം: ആരുടെ ഇടയിൽ നിന്നാണ് രക്ഷ വരുന്നത്? ഉത്തരം: യഹൂദന്മാരുടെ ഇടയിൽ നിന്ന്. യോഹന്നാൻ 4:22. അടുത്ത ചോദ്യം: പിതാവ് ന്യായവിധി ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഉത്തരം: പുത്രനാണ് കൊടുത്തിരിക്കുന്നത്. യോഹന്നാൻ 5:22. അടുത്ത ചോദ്യം: ആരാണ് ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുന്നത്? ഉത്തരം: മരിച്ചവരാണ് ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുന്നത്. യോഹന്നാൻ 5:25. അടുത്ത ചോദ്യം: എന്തുകൊണ്ടാണ് അപ്പം ഉണ്ടാക്കിയത്? ഉത്തരം: യവം കൊണ്ടാണ് അപ്പം ഉണ്ടാക്കിയത്. യോഹന്നാൻ 6:9. അടുത്ത ചോദ്യം: ആർക്കാണ് യേശു അപ്പം പങ്കിട്ട് കൊടുത്തത്? ഉത്തരം: ഇരുന്നവർക്ക്. യോഹന്നാന്റെ സുവിശേഷം 6:11. അടുത്ത ചോദ്യം: ചെറുപടകുകൾ എവിടെ നിന്നാണ് എത്തിയത്? ഉത്തരം: തിബരിയാസിൽ നിന്ന്. യോഹന്നാന്റെ സുവിശേഷം 6:25. അടുത്ത ചോദ്യം: എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി? ഉത്തരം: അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. യോഹന്നാന്റെ സുവിശേഷം 6:29. അടുത്ത ചോദ്യം: നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചത് ആരാണ്? ഉത്തരം: യഹൂദന്മാർ. യോഹന്നാന്റെ സുവിശേഷം 6:52. അടുത്ത ചോദ്യം: ആരാണ് നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നത്? ഉത്തരം: കൊയ്യുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 4:36. അടുത്ത ചോദ്യം: ഒന്നിനും ഉപകരിക്കാത്തത് എന്താണ്? ഉത്തരം: മാംസം. യോഹന്നാന്റെ സുവിശേഷം 6:63. അടുത്ത ചോദ്യം: വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടവർ ആരാണ്? ഉത്തരം: യഹൂദന്മാർ. യോഹന്നാന്റെ സുവിശേഷം 7:15. അടുത്ത ചോദ്യം: യേശുവിന് ഭൂതമുണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: പുരുഷാരം. യോഹന്നാൻ 7:20. അടുത്ത ചോദ്യം: തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ ആരാണ്? ഉത്തരം: സത്യവാൻ. യോഹന്നാൻ 7:18. അടുത്ത ചോദ്യം:
ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞത് ആരാണ്? ഉത്തരം ചേവകർ. യോഹന്നാൻ 7:46. അടുത്ത ചോദ്യം, അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ഏതാണ്? ഉത്തരം കാറ്റ്. യോഹന്നാൻ 3:8. അടുത്ത ചോദ്യം, മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നത് ആരാണ്? ഉത്തരം മണവാളൻ്റെ സ്നേഹിതൻ. യോഹന്നാൻ 3:29. അടുത്ത ചോദ്യം, യേശുവിൽ വിശ്വസിക്കാൻ ലാസറെയും കൊല്ലണമെന്ന് ആലോചിച്ചത് ആരാണ്? ഉത്തരം മഹാപുരോഹിതന്മാർ. യോഹന്നാൻ 12:11. അടുത്ത ചോദ്യം, ആരാണ് നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഉത്തരം യഹൂദന്മാർ. യോഹന്നാൻ 8:57. അടുത്ത ചോദ്യം, ആദ്യം മുതൽ കുലപാതകൻ ആരാണ്? ഉത്തരം പിശാച്. യോഹന്നാൻ 8:44. അടുത്ത ചോദ്യം, എവിടെ പോകുന്നു എന്ന് അറിയാത്തവർ ആരാണ്? ഉത്തരം ഇരുളിൽ നടക്കുന്നവൻ. യോഹന്നാൻ 12:35. അടുത്ത ചോദ്യം, കാഴ്ച പ്രാപിച്ചവൻ്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും വിശ്വസിക്കാത്തവർ ആരാണ്? ഉത്തരം യഹൂദന്മാർ. യോഹന്നാൻ 9:18. അടുത്ത ചോദ്യം, അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികിൽ നിന്ന് പുരുഷാരം എന്താണ് പറഞ്ഞത്? ഉത്തരം ഇടിയുണ്ടായി എന്ന്. യോഹന്നാൻ 12:28, 29 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യേശു എന്തുകൊണ്ടാണ് ചേറുണ്ടാക്കിയത്? ഉത്തരം തുപ്പൽ കൊണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 9-6 വാക്യം. അടുത്ത ചോദ്യം, ശീലോഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം അയക്കപ്പെട്ടവൻ. യോഹന്നാൻ 9:7. അടുത്ത ചോദ്യം, നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം പരീശന്മാർ. യോഹന്നാൻ്റെ സുവിശേഷം 12-19 വാക്യം. അടുത്ത ചോദ്യം, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാന്യയിലേക്ക് പെസഹയ്ക്ക് എത്ര ദിവസം മുൻപെയാണ് യേശു വന്നത്? ഉത്തരം 6 ദിവസം മുൻപേ. യോഹന്നാൻ്റെ സുവിശേഷം 12-1 വാക്യം. അടുത്ത ചോദ്യം, മരുഭൂമിക്കരികെയുള്ള പട്ടണം ഏതാണ്? ഉത്തരം എഫ്രയീം. യോഹന്നാൻ്റെ സുവിശേഷം 11-54 വാക്യം. അടുത്ത ചോദ്യം, യേശു എങ്ങനെയാണ് കല്ലറയ്ക്കൽ എത്തിയത്? ഉത്തരം ഉള്ളം നൊന്ത്. യോഹന്നാൻ്റെ സുവിശേഷം 11-38 വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു, ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം മാർത്തയുടെ. യോഹന്നാൻ്റെ സുവിശേഷം 11:24-28 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരാണ് തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നത്? ഉത്തരം ആടുകളുടെ ഇടയൻ. യോഹന്നാൻ്റെ സുവിശേഷം 10-12 വാക്യം. അടുത്ത ചോദ്യം, ബഥാന്യ യെരൂശലേമിനരികെ എത്ര നാഴിക ദൂരത്തായിരുന്നു? ഉത്തരം 2 നാഴിക. യോഹന്നാൻ 11:18. അടുത്ത ചോദ്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 8 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്ന പഴയ നിയമ വ്യക്തി ആരാണ്? ഉത്തരം മോശ.
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, യോഹന്നാൻ 8 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വൃക്ഷം ഏതാണ്? ഉത്തരം ഈന്തപ്പന. യോഹന്നാൻ 12:13. അടുത്ത ചോദ്യം, യോഹന്നാൻ 8 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ആട്, കഴുത, ചെന്നായ്. 12:14, 10:2, 10:12. അടുത്ത ചോദ്യം, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ എന്താകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, എപ്പോഴാണ് പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കറിയോത്താവിന്റെ ഹൃദയത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിപ്പിച്ചത്? ഉത്തരം അത്താഴം ആയപ്പോൾ. യോഹന്നാൻ 13:2. അടുത്ത ചോദ്യം, തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ആരാണ്? ഉത്തരം ദൂതൻ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം, കർത്താവെ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ആരുടെ വാക്കുകളാണ്? ഉത്തരം ഇസ്കറിയോത്താവല്ലാത്ത യൂദയുടെ. യോഹന്നാന്റെ സുവിശേഷം 14:22. അടുത്ത ചോദ്യം, എപ്പോഴാണ് സാത്താൻ യൂദയിൽ കടന്നത്? ഉത്തരം ഖണ്ഡം വാങ്ങിയ ഉടനെ. യോഹന്നാൻ 13:27. അടുത്ത ചോദ്യം, ആര് യേശുവിനോട് കൂടെയുള്ളത് കൊണ്ടാണ് ഞാൻ ഏകനല്ല എന്ന് പറഞ്ഞത്? ഉത്തരം പിതാവ്. യോഹന്നാൻ 16:32. അടുത്ത ചോദ്യം, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ ആരാണ്? ഉത്തരം കുളിച്ചിരിക്കുന്നവൻ. യോഹന്നാൻ 13:10. അടുത്ത ചോദ്യം, എന്നാണ് യേശു താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് അറിഞ്ഞത്? ഉത്തരം പെസഹ പെരുന്നാളിന് മുൻപേ. യോഹന്നാൻ 13:1. അടുത്ത ചോദ്യം, യേശു എന്താണ് അരയിൽ ചുറ്റിയത്? ഉത്തരം തുവർത്ത്. യോഹന്നാൻ 13:4. അടുത്ത ചോദ്യം, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഫിലിപ്പോസ്. യോഹന്നാൻ 14:8. അടുത്ത ചോദ്യം, എന്ത് നിമിത്തമാണ് യേശുവിനെ വിശ്വസിക്കേണ്ടത്? ഉത്തരം പ്രവൃത്തി നിമിത്തം. യോഹന്നാൻ 14:11. അടുത്ത ചോദ്യം, അവന് എന്നോട് ഒരു കാര്യവുമില്ല ആർക്കാണ്? ഉത്തരം ലോകത്തിൻ്റെ പ്രഭുവിന്. യോഹന്നാൻ 14:30. അടുത്ത ചോദ്യം, മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തത് എന്തിനാണ്? ഉത്തരം കൊമ്പിന്. യോഹന്നാൻ 15:4. അടുത്ത ചോദ്യം, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സത്യത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച്. യോഹന്നാൻ 16:13. അടുത്ത ചോദ്യം, യജമാനനേക്കാൾ വലിയവനല്ലാത്തത് ആരാണ്? ഉത്തരം ദാസൻ. യോഹന്നാന്റെ സുവിശേഷം 15:20. അടുത്ത ചോദ്യം, ആര് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്നാണ് പറഞ്ഞത്? ഉത്തരം കാര്യസ്ഥൻ. യോഹന്നാന്റെ സുവിശേഷം
16-7, 8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യേശു യൂദയെ പറഞ്ഞിരിക്കുന്ന ഒരു പദം ഇതിലുണ്ട്. ഏതാണ് ആ പദം? ഉത്തരം നാശയോഗ്യൻ. യോഹന്നാൻ 17-12. അടുത്ത ചോദ്യം, മഹാപുരോഹിതൻ്റെ ദാസൻ്റെ പേര് എന്താണ്? ഉത്തരം മൽക്കോസ്. യോഹന്നാൻ 18-10. അടുത്ത ചോദ്യം, യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ആരുടെ അടുക്കലാണ് കൊണ്ടുപോയത്? ഉത്തരം ഹന്നാവിൻ്റെ അടുക്കൽ. യോഹന്നാൻ 18-30. അടുത്ത ചോദ്യം, ആരാണ് മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞത്? ഉത്തരം യഹൂദന്മാർ. യോഹന്നാൻ്റെ സുവിശേഷം 18-31. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആരാണ് യേശുവിൻ്റെ വാക്ക് കേൾക്കുന്നവൻ? ഉത്തരം സത്യതൽപരനായവൻ. യോഹന്നാൻ്റെ സുവിശേഷം 18-37. അടുത്ത ചോദ്യം, ആരാണ് മുള്ളുകൊണ്ട് ഒരു കിരീടം മെനഞ്ഞ് യേശുവിൻ്റെ തലയിൽ വെച്ച് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചത്? ഉത്തരം പടയാളികൾ. യോഹന്നാൻ 19-2. അടുത്ത ചോദ്യം, നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് ഏതെല്ലാം ഭാഷകളിലാണ് എഴുതിയിരുന്നത്? ഉത്തരം എബ്രായ, റോമ, യവന ഭാഷകളിൽ. യോഹന്നാൻ 19-19-20 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, നിക്കോദോമസ് എത്ര റാത്തൽ മൂറാണ് കൊണ്ടുവന്നത്? ഉത്തരം 100 റാത്തൽ. യോഹന്നാൻ 19-30. അടുത്ത ചോദ്യം, യേശുവിനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അടുക്കൽ അയച്ചത് ആരാണ്? ഉത്തരം ഹന്നാവ്. യോഹന്നാൻ 18-24. അടുത്ത ചോദ്യം, നഥനയേലിൻ്റെ സ്ഥലം ഏതാണ്? ഉത്തരം കാന, ഗലീലയിലെ കാന. യോഹന്നാൻ്റെ സുവിശേഷം 21-2. അടുത്ത ചോദ്യം, കർത്താവെ, ഇവൻ എന്തു ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഉത്തരം പത്രോസ്. യോഹന്നാൻ്റെ സുവിശേഷം 21-21. അടുത്ത ചോദ്യം, പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യൻ കുനിഞ്ഞു നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം ശീലകൾ. യോഹന്നാൻ്റെ സുവിശേഷം 20-5. അടുത്ത ചോദ്യം, ബറാബാസ് ആരായിരുന്നു? ഉത്തരം കവർച്ചക്കാരൻ. യോഹന്നാൻ്റെ സുവിശേഷം 18-40. അടുത്ത ചോദ്യം, ഏറ്റവും ഭയപ്പെട്ടവൻ ആരാണ്? ഉത്തരം പീലാത്തോസ്. യോഹന്നാൻ 19-8. അടുത്ത ചോദ്യം, എന്താകൊണ്ടാണ് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നത്? ഉത്തരം കുളിർ. യോഹന്നാൻ 18-18. അടുത്ത ചോദ്യം, ക്രൂശിപ്പാനും വിട്ടയപ്പാനും അധികാരമുള്ളവൻ ആരാണ്? ഉത്തരം പീലാത്തോസ്. യോഹന്നാൻ 19-10. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രഭാത ഭക്ഷണത്തിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം പ്രാതൽ. യോഹന്നാൻ 21-12. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ, തിരുവനന്തപുരം. പ്രിയ സിസ്റ്ററെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.